അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 10 ചൊവ്വാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തനിക്ക് വെറുപ്പോ വിദ്വേഷമോ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എന്നാൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളോട് യോജിക്കാൻ തനിക്ക് കഴിയില്ലെന്നും രാഹുൽ വ്യക്തമാക്കി. അമേരിക്കയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു സംവാദ പരിപാടിയിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം. അദ്ദേഹം ചെയ്യുന്നതിനോട് തനിക്ക് സഹാനുഭൂതിയും അനുകമ്പയുമാണുള്ളതെന്നും പറഞ്ഞ രാഹുൽ, ദൈവത്തോട് നേരിട്ട് താൻ സമ്മതിക്കുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ട ആ നിമിഷം മുതൽ അദ്ദേഹം തകർന്നുവെന്ന് തങ്ങൾക്ക് മനസ്സിലായെന്നും കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനായുള്ള പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറേണ്ടതെന്നും അതിനുശേഷമേ മുദ്രവെച്ച കവറിലുള്ള പൂർണ്ണ റിപ്പോർട്ട് തങ്ങൾ തുറക്കുവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. എന്തുകൊണ്ട് ഇത്രയും കാലം സർക്കാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മൌനം പാലിച്ചുവെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. തുടർ നടപടിയെടുത്തോ എന്നത് അടുത്ത സിറ്റിംഗിൽ പരിശോധിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വകാര്യത ഉറപ്പുവരുത്തി തുടർ നടപടികളിലേക്ക് പോകുന്നതിന് സർക്കാരിനുള്ള നിയമപ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടുവെന്ന് മുൻമന്ത്രിയും CPM നേതാവുമായ AK ബാലൻ. ഈ വ്യക്തത കോടതിയിൽ നിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സർക്കാർ തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ സന്ദർശിച്ചതിനെ ന്യായീകരിച്ച സ്പീക്കർ AN ഷംസീറിനെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഷംസീർ അങ്ങനെ പറയരുതായിരുന്നുവെന്നും സ്പീക്കറുടെ RSS പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. അത് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുമെന്നും ഗാന്ധിവധത്തിൽ പങ്കുള്ളവരാണ് RSS എന്നും അക്കാര്യം മറക്കരുതെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. CPM പാലക്കാട് മേഖലാ റിപ്പോർട്ടിംഗിൽ PK ശശിക്കെതിരെ പരാമർശവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. PK ശശി ചെയ്തത് നീചമായ പ്രവൃത്തിയാണെന്നും സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല, CPM ജില്ലാ സെക്രട്ടറിയെ കള്ളക്കേസിലും സ്ത്രീപീഡനക്കേസിലും പ്രതിയാക്കാൻ ശ്രമിച്ചുവെന്നും MV ഗോവിന്ദൻ റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടി ഫണ്ട് തിരിമറി കേസിലാണ് മുൻ MLAയും KTDC ചെയർമാനുമായ PK ശശിക്കെതിരെ CPM നടപടിയെടുത്തത്. RSS നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ CPMന് EP ജയരാജനോടും ADGP MR അജിത് കുമാറിനോടും രണ്ട് നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPMന്റെ കപട മുഖം മൂടി അഴിഞ്ഞു വീണുവെന്നും BJPയുമായുള്ള ബന്ധം പുറത്തുവന്നെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണകക്ഷി MLA വെല്ലുവിളിച്ചിട്ടും CPMന് മിണ്ടാൻ പറ്റുന്നില്ല. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനത്തിനല്ല, മറിച്ച് വിഷയം ലൈവാക്കി നിർത്താനാവും AN ഷംസീർ ഇറങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. BJPയുടെ ഔദാര്യത്തിലാണ് കേരള സർക്കാർ നിലനിന്ന് പോകുന്നതെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. പിണറായി വിജയനെതിരെ എത്രയോ കേസുകൾ എടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെന്നും പക്ഷേ കേന്ദ്ര സർക്കാർ പിണറായിയെ സംരക്ഷിച്ചു നിർത്തിയെന്നും സുധാകരൻ പറഞ്ഞു. RSS ശാഖ സംരക്ഷിച്ചുവെന്ന തന്റെ പ്രസ്താവന വേറൊരു സാഹചര്യത്തിലായിരുന്നുവെന്നും അതും സ്പീക്കറുടെ പ്രതികരണവും തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷിയാസ്. മഹിളാ കോൺഗ്രസ് പറവൂരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിക്കെതിരായ കോൺഗ്രസ് നേതാവിന്റെ അധിക്ഷേപം. മാനവും അഭിമാനവും ആത്മാഭിമാനവുമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെച്ചേനെയെന്നും ഷിയാസ് പറഞ്ഞു. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. KSRTCക്ക് 74.20 കോടി രൂപ കൂടി അനുവദിച്ച് സർക്കാർ.
പെൻഷൻ വിതരണത്തിന്റെ വായ്പാ തിരിച്ചടവിനാണ് സഹായമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷൻ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് എടുത്ത വായ്പകളുടെ തിരിച്ചടവിനാണ് പണം അനുവദിച്ചത്. രണ്ടാം പിണറായി സർക്കാർ 6044 കോടി രൂപയാണ് ഇതുവരെ കെഎസ്ആർടിസിക്കായി അനുവദിച്ചത്. സിബിഐ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് പണം തട്ടാൻ ശ്രമം. സിബിഐ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പ് സംഘം സമീപിച്ചതെന്ന് ജെറി അമൽദേവ് പറഞ്ഞു. പണം പിൻവലിക്കാനായി ബാങ്കിൽ എത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായതെന്നും ഇതോടെ പണം നൽകിയില്ലെന്നും ജെറി പറഞ്ഞു. സംഭവത്തിൽ എറണാകുളം നോർത്ത് പോലീസിൽ ജെറി പരാതി നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി ബിജെപി നേതാവ് രാജീവ് ചന്ദ്രശേഖർ. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിലേക്കായി അനുവദിക്കപ്പെട്ടിട്ടുള്ള വായ്പ വരെ മുൻകൂറായെടുത്ത് ജീവനക്കാരുടെ ബോണസും ഉത്സവബത്തയുമടക്കമുള്ള ഓണച്ചെലവ് നടത്താനാണ് കേരള സർക്കാരിന്റെ തീരുമാനമെന്നും 4800 കോടിയോളം രൂപയാണ് ഇതിനായി വായ്പയെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അനാവശ്യ ധൂർത്തും പാഴ്ചെലവുകളും നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി പലിശയ്ക്ക് കടമെടുക്കുന്ന അവസ്ഥ വരുമായിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF സർക്കാരിന്റെ കാലത്ത് നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ബാർ കോഴ ഇടപാടിൽ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. രമേശ് ചെന്നിത്തല, VS ശിവകുമാർ, കെ ബാബു, ജോസ് കെ മാണി എന്നിവർക്കെതിരെ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് തള്ളിയത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ MSC കെയ്ലി നങ്കൂരമിട്ടതോടെ കമ്മീഷനിങ്ങിനു മുൻപേ ചരിത്രം കുറിച്ച് വിഴിഞ്ഞം തുറമുഖം. കെയ്ലി നങ്കൂരമിട്ടതോടെ ലോകത്തെ ആഴമേറിയ കപ്പലുകൾക്കും വിഴിഞ്ഞത്ത് ഇനി മുതൽ അടുക്കാനാകും. 16.5 മീറ്റർ ഗ്രാഫ്റ്റുള്ള MSC കെയ്ലിയാണ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിച്ചേർന്നത്. ഇതോടെ വിഴിഞ്ഞം തുറമുഖത്തിന് തീരത്തോടടുത്ത് വലിയ ആഴമുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ്. കെയ്ലി 2 ദിവസം വിഴിഞ്ഞത്തുണ്ടാകും. മലപ്പുറത്തുനിന്ന് കാണാതായ വിഷ്ണുജിത്തിനെ 6ാം നാൾ ഊട്ടിയിൽ നിന്നും കണ്ടെത്തി. യുവാവിനൊപ്പം മലപ്പുറത്തുനിന്നുള്ള പോലീസ് സംഘം ഉണ്ടെന്നും തമിഴ്നാട് പോലീസും സഹായിച്ചുവെന്നും മലപ്പുറം SP പ്രതികരിച്ചു. ഫോൺ ഓണായത് തുമ്പ എന്നും സംഭവത്തിൽ കൂടുതൽ പ്രതികരണം പിന്നീട് നടത്തുമെന്നും SP വ്യക്തമാക്കി. കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം. കാലാവസ്ഥ അനുകൂലമെങ്കിൽ നാളെ ഡ്രെഡ്ജർ പുറപ്പെടും. കാലാവസ്ഥ മെച്ചപ്പെടുന്നുവെന്നാണ് കാർവാറിൽ ഇന്നലെ നടന്ന യോഗത്തിലെ വിലയിരുത്തൽ. ഇന്നുകൂടി മഴയില്ലെങ്കിൽ നാളെ ഗോവയിൽ നിന്ന് ഡ്രെഡ്ജർ പുറപ്പെടും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനം അനിശ്ചിതത്വത്തിൽ. ഗോത്ര നേതാക്കളുമായുള്ള മാപ്പപേക്ഷ ചർച്ചകൾ വഴിമുട്ടി. പ്രാഥമിക ചർച്ചകൾക്കായുള്ള പണത്തിന്റെ 2ാം ഗഡു നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിൽ നിന്ന് ലഭിച്ചില്ലെന്ന് സാമൂഹിക പ്രവർത്തകൻ സാമുവൽ ജെറോം പറഞ്ഞു. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു. കടുത്ത ശ്വാസകോശ അണുബാധയെ തുടർന്നാണ് സീതാറാം യെച്ചൂരിയെ ദില്ലി എയിംസിൽ പ്രവേശിപ്പിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുകയാണെന്ന് വാർത്താക്കുറിപ്പിൽ CPM കേന്ദ്ര കമ്മിറ്റി അറിയിച്ചു. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നേതാവിനെ അജ്ഞാതൻ വെടിവെച്ച് കൊലപ്പെടുത്തി. ആം ആദ്മി പാർട്ടി കിസാൻ വിംഗ് അധ്യക്ഷൻ തർലോൺ സിംഗ് ആണ് തിങ്കളാഴ്ച വൈകിട്ട് കൊല്ലപ്പെട്ടത്. കൃഷിസ്ഥലത്ത് നിന്ന് തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇഗോലഹ ഗ്രാമത്തിൽ വെച്ചാണ് സംഭവം. മണിപ്പൂരിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള വെടിവെപ്പിനിടെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. കങ്പോക്പി ജില്ലയിലെ വിദൂര ഗ്രാമമായ തംബുവിൽ ഞായറാഴ്ച രാത്രിയിലാണ് സംഭവമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. ഗ്രാമത്തിലെ വീടുകൾക്ക് അക്രമികൾ തീവെച്ചതിനെ തുടർന്ന് ഗ്രാമവാസികൾ സമീപത്തെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മണിപ്പൂരിലെ 3 ജില്ലകളിൽ അനിശ്ചിതകാലത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മണിപ്പൂരിൽ കലാപം നടത്തുന്നവർക്ക് ചൈനയുടെയും പാകിസ്ഥാന്റെയും പിന്തുണ കിട്ടുന്നുണ്ടെന്ന് അസം റൈഫിൾസ് മുൻ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ PC നായർ വ്യക്തമാക്കി. കലാപം നടത്തുന്നവർക്ക് ചൈനയും പാകിസ്ഥാനും ഫണ്ടും ആയുധങ്ങളും നൽകുന്നുണ്ടെന്നും ലഹരിമരുന്ന് കടത്തും നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിലും ട്രെയിൻ അട്ടിമറി ശ്രമം. റെയിൽവേ ട്രാക്കിൽ സിമന്റ് ബ്ലോക്ക് കണ്ടെത്തി. 70 കിലോ ഭാരമുള്ള സിമന്റ് കട്ടയാണ്
റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാൺപൂരിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 3 ട്രെയിൻ അട്ടിമറി സംഭവങ്ങൾ കണ്ടെത്തിയെന്ന് റെയിൽവേ അറിയിച്ചു. സോളാപൂർ, ജോധ്പൂർ, ജബൽപൂർ എന്നിവിടങ്ങളിലാണ് അട്ടിമറി ശ്രമം നടന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ റെയിൽവേ ട്രാക്കുകളിൽ തടസ്സമുണ്ടാക്കിയതിന് 17 കേസുകൾ എടുത്തിട്ടുണ്ടെന്നും റെയിൽവേ വ്യക്തമാക്കി. ട്രെയിൻ അട്ടിമറിയെക്കുറിച്ച് ഉത്തർപ്രദേശ് STS പ്രത്യേക അന്വേഷണം ആരംഭിച്ചു. ചെന്നായ് ശല്യം രൂക്ഷമായ ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിൽ അതിവിദഗ്ധമായി 5ാമത്തെ ചെന്നായെയും അധികൃതർ പിടികൂടി. വനംവകുപ്പ് അധികൃതർ 6ാമത്തെ ചെന്നായ്ക്കായുള്ള തിരച്ചിൽ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. കൂട്ടിലായ ചെന്നായ്ക്കളെ മറ്റിടങ്ങളിൽ പുനരധിവസിപ്പിക്കുമെന്നാണ് അധികൃതർ വിശദമാക്കുന്നത്. മഹാരാഷ്ട്ര BJP അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭാവൻകുലയുടെ മകന്റെ പേരിലുള്ള കാർ നിരവധി വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചതായി റിപ്പോർട്ട്. സംഭവത്തിൽ കാറിലുണ്ടായിരുന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാറിലുണ്ടായിരുന്ന മറ്റ് 3 പേർ ഒളിവിലാണ്. BJP നേതാവിന്റെ മകൻ സാൻകേത് ഭാവൻകുലെ അടക്കം 3 പേരാണ് ഒളിവിൽ പോയിട്ടുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.